ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:45 കേട്ടോ. ഇപ്പോൾ റുട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ഒരു 7:30 ആകുമ്പോൾ നടക്കാൻ ഇറങ്ങിയിട്ട് 8 മണി അരമണിക്കൂർ നടക്കാൻ ഇറങ്ങും. ഇപ്പോൾ താമസിച്ചുപോയി. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് പള്ളിയിലും പോയില്ല. വേറെ ഒന്നുമില്ല, ഇന്നലെ വൈകിട്ടാണെങ്കിൽ 2 ദിവസമായിട്ട് എനിക്ക് ചെറുതായിട്ടൊരു ശ്വാസം മുട്ടൽ. അതുകൊണ്ട് ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ ആണെങ്കിൽ ചുമയൊക്കെ ആയിരുന്നു. അപ്പം അമ്മ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പോയില്ല. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം അമ്മ വീട്ടിലില്ല. അപ്പോൾ അമ്മ ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം താമസിച്ച് പോയതുകൊണ്ട് അരമണിക്കൂർ നടക്കാനുണ്ട്. അപ്പം നടന്നിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഗൈസ്, വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് 5 മണിയായപ്പോൾ പള്ളി പോകാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എഴുന്നേറ്റാണ്. 5 മണിയായപ്പോൾ അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് ശ്വാസം മുട്ടലൊക്കെ അല്ലേ പോവണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു, 5 മണിയായപ്പോഴത്തേക്കും അമ്മ കട്ടൻ കാപ്പി, സാധാരണ ഞാൻ എഴുന്നേൽക്കുന്ന ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ്. ആ സമയത്ത് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പതുക്കെ 7:30 വർക്കൗട്ട് നടക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിച്ചതുകൊണ്ട് ഇപ്പോൾ പിന്നെ അമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി കിടന്നു. പിന്നെ 7:30 ആയപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ അതുകൊണ്ട് എത്ര നേരം ആയില്ല. സാധാരണ ഈ 7 മണിക്ക് കട്ടൻ കാപ്പി കുടിച്ചിട്ട് 7:30 നടക്കാൻ പോകും. പിന്നെ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും കാപ്പി കുടിക്കും. ഇതിപ്പോൾ ഇത്രയും താമസമുണ്ട്. ഇത്രയും നേരത്തെ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് നല്ല വിശപ്പ്. നടന്നിട്ടാണെങ്കിലും നടക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. വിശന്നിട്ട് കൂന് പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. ആ മാതിരിയായിരുന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനിയിപ്പം നടക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രിയിലൊക്കെ മഴ പെയ്തുകൊണ്ട് ഇന്ന് രാവിലെ വെള്ളം ഒഴിക്കേണ്ട വന്നില്ല. ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടി. അതുകൊണ്ട് അത് പ്രശ്നമല്ല. ഇനിയിപ്പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉണ്ടയാണ്. ഇതിനകത്ത് തേങ്ങ മാത്രം വെച്ചിട്ടുള്ള ഉണ്ട്. എനിക്ക് പക്ഷേ ഇതിനേക്കാൾ ഇഷ്ടം വെച്ചാൽ തേങ്ങയും ശർക്കരയും കൂടെ വെച്ചിട്ടുള്ള ഉണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി പരിപാടി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അല്ലറ ഇവിടെ പരിപാടിയുണ്ട്. പിന്നെ പപ്പ വന്നിട്ടില്ല. പപ്പ പണിക്ക് പോയതാണ്. അപ്പോൾ പപ്പ വന്നിട്ട് പപ്പയ്ക്ക് കാപ്പി എടുത്ത് കൊടുക്കണം, വെള്ളം തിളപ്പിച്ച് കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്ത് വേണം യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അത് എടുത്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കണം. അത് വെള്ളിയാഴ്ച എടുത്ത് വെച്ച വീഡിയോയാണ്. സത്യം മടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ റീൽസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ പറ്റുവാണെങ്കിൽ ചെയ്യും, സമയം കിട്ടുവാണെങ്കിൽ. ഓക്കെ. ഷീറ്റൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. വെയിൽ വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ എടുത്തിട്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പം ഇവിടെ രാവിലെ റൂമൊക്കെ രാവിലെ അമ്മ അടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറാണെങ്കിലും കാപ്പിയൊക്കെ ആണെങ്കിലും അമ്മ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ആ ഒരു ഇത് പ്രശ്നമല്ല എനിക്ക്.
ഇനിയപ്പോൾ ഇവിടെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി. ഡ്രസ്സൊക്കെ ഇലക്കം കൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂമിൽ ഞാൻ കിടന്നുറങ്ങുന്ന അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റു പോകേണ്ടത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് പോയത്. അടിച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ റൂമിൽ അടിച്ചിട്ടില്ല. അപ്പം ഇനി എൻ്റെ റൂമിൽ നിന്ന് അടിക്കണം. അടിച്ചിട്ട് കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നത്. ഇന്നെന്തോ വയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക ചെയ്തത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മടക്കി വെച്ചിട്ട് തന്നെയാണ് എഴുന്നേൽക്കുമ്പം മടക്കി വെച്ചിട്ട് പോകാറുള്ളൂ. എഴുന്നേറ്റ് പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു 3 പിള്ളേർക്ക് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തപ്പിക്കണം. ഓക്കെ, വെള്ളം എടുക്കട്ടെ കേട്ടോ. അങ്ങനെ വെള്ളം വെച്ചു. അപ്പായെ സംബന്ധിച്ച് അപ്പായിക്ക് നോർമൽ ചുമ്മാ ചൂടുവെള്ളം കുടിക്കുന്നത് അത്ര ഇഷ്ടമുള്ള പരിപാടിയില്ല. അപ്പോൾ കുറച്ച് തേയിലപ്പൊടി ഇടും. അപ്പോൾ കട്ടൻ ചായ ആയിട്ട് കുടിക്കും. തേയിലപ്പൊടി അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഞാൻ പോയി ജഗ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അമ്മ രാവിലെ എന്താ കറി പയറ് തോരനുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് അമ്മ ഇന്ന് രാവിലെ നേരത്തെ പോകുമല്ലോ എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് അമ്മ പയറ് അരിഞ്ഞ് വെച്ചു, ഫ്രിഡ്ജ് വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കുക ചെയ്ത്. അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഓക്കെ, തിളച്ചിട്ട് കാണാം. ഗൈസ്, പപ്പ വന്ന് കാപ്പി കുടിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ സമയം 10:05. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം TV കാണുക, ഫോൺ കുത്തുക, ഇതൊക്കെ തന്നെ പരിപാടി. അങ്ങനെ ഒരു ഉച്ച വരെ അങ്ങനെ തന്നെ പോകും. ഇപ്പോൾ എത്ര നേരം ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുറച്ച് നേരം ഞാൻ ഇട്ട റീൽസൊക്കെ ആണെങ്കിലും കാണാനുണ്ട്. അപ്പോൾ ടി വി കാണാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് മറ്റേ പഴയ സിനിമയൊക്കെ. അപ്പോൾ അത് കോമഡി ഫിലിമൊക്കെ അതൊക്കെ ഇരുന്ന് കുറച്ച് നേരം കാണും. മടുത്ത് കഴിയുമ്പോൾ പിന്നെയും ഫോൺ ഞെക്കും. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം അമ്മ രാവിലെ തന്നെ എല്ലാം തീർത്തിട്ട് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പണിയൊന്നും ഇല്ലാത്തത്. അത് വേറെ കാര്യം. ഓക്കെ, കുറച്ച് സമയം ഞാൻ TV ഒക്കെ കണ്ടിട്ട് വരാം. ഫിലിം ഏതാണെന്ന് ഇതായിട്ട് സജസ്റ്റ് ചെയ്തിട്ടില്ല ഏത് കാണണം എന്നുള്ളത്. നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൊന്ന് പോയി നോക്കാം. ജിയോ ഹോട്ട്സ്റ്റാർ ഏത് കാണാൻ നല്ല കൺഫ്യൂഷനാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം തന്നെ കണ്ട ഫിലിംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കണ്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫിലിംസ് ഉണ്ട്. പക്ഷെ അത് കുറേ തവണ ഞാൻ കണ്ടു. ഒറ്റ കാര്യം നോക്കട്ടെ, നമ്മുടെ സ്റ്റാർ സിംഗർ സ്റ്റാർട്ടായിട്ടില്ലല്ലേ. ഓൺലൈനിൽ ഏതാ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നോക്കി ഗൈസ്, ഒന്നുമില്ല, കാണാൻ ഒരു സുഖം തോന്നിയില്ല. എല്ലാം തന്നെ കണ്ടതായതുകൊണ്ട്. അപ്പോൾ പിന്നെ എന്താ പരിപാടി? അടുത്ത പരിപാടി ഫോണിൽ ഞെക്കുക.
അപ്പോൾ കുറച്ച് നേരം ഫോൺ അഞ്ഞിക്കിട്ട് വരാം ഗൈസ്. ഒക്കെ അലക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ രാവിലെ അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിപ്പിച്ചായിരുന്നു, മുട്ടത്തോട് കൊണ്ടുപോയി എൻ്റെ റോസൊക്കെ ഇടണമെന്നുള്ളത്. പക്ഷേ ഞാൻ ആ കാര്യം മറന്നുപോയി. ഇപ്പോൾ ഒന്ന് അടുക്കളയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ട മുട്ടത്തോട് കണ്ടത്. ഇനി അതുകൊണ്ട് റോസയ്ക്ക് കൊണ്ടിടട്ടെ. എല്ലാ റോസയ്ക്കും കൂടെ എത്തുമെന്നുള്ളതാണ് സംശയം. ഇത് പൊടിച്ചിടേണ്ട വരും. കൈ മുഴുവൻ ഒരുമാതിരിയാവും. ഓക്കെ, എല്ലാം കാക്ക കുത്തിയിട്ട് ഒരുമാതിരി ആക്കിയിട്ടേക്കുന്നു. ഉണ്ടോ, എൻ്റെ പിന്നെ കാണത്തില്ല, അത് വേറെ കാര്യം. ഓർക്കുമ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അടുക്കളയിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം, ഇപ്പോൾ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ തണുത്തോളം കുടിക്കണ്ടായിരുന്നു വിചാരിച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ പോയ സമയത്താണ് മുട്ടത്തോട്ട് ഇരിക്കുന്നത് കണ്ടേ. അതാണ് ഇപ്പം കൊണ്ടുപോയി ഇടാൻ പോയത്. ഓക്കെ, ഇത് ഫോൺ ഞെക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ഓർക്കില്ല, അത് വേറെ കാര്യം. അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പോയത്. തിളയ്ക്കാറായെന്നാണ് തോന്നണേ, അറിയില്ല ഗൈസ്. തിളച്ച് വരട്ടെ, തിളച്ച് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 12:35 12:35 ഇത്ര നേരം ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുറത്താണെങ്കിൽ നല്ല വെയിൽ. അപ്പം അകത്തിരുന്നിട്ട് ആവി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചൂടൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടാങ്ങുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പപ്പായും അടുത്ത് വരുമ്പോഴത്തേക്കും പപ്പായ്ക്കും തണുത്തത് കിട്ടുമ്പം ഈ ചൂടത്ത് തണുത്ത് കിട്ടുമ്പോൾ നല്ലൊരു സുഖമില്ലേ. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ടാങ്, പിന്നെ വെള്ളം കുറച്ചുള്ളൂ, ബാക്കി നമുക്ക് ഐസ് കട്ടിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ലൈറ്റ് ഓൺ ആക്കട്ടെ. തേങ്ങ കലക്കാൻ നോക്കിയപ്പോഴത്തേക്കും പഞ്ചസാരയില്ല. ഇനി പഞ്ചസാര പൊട്ടിച്ചിടണം, അത് നമുക്ക്. അപ്പം ഞാനൊന്ന് പൊട്ടിച്ചിടട്ടെ. ഇടണം.
ഇതങ്ങോട്ട് അടച്ച് മാറ്റുക. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇടണം. അതിന് തേങ്ങ ഇടല്ലേ, തേങ്ങ ഇടും. ആവശ്യത്തിന് പഞ്ചസാര. മതിയാവും. തണുത്ത വെള്ളം. കുപ്പി റെഡിയാക്കി. ഇത് പഞ്ചസാര തണുത്ത വെള്ളത്തിനകത്ത് ഇട്ടത് കൊണ്ട് ഇത്തിരി അരച്ച് വരാനൊന്നും താമസം എടുക്കും. അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ അരിപ്പിച്ചിട്ട് വേണം അരിച്ച് ഒഴിക്കും. അതാകുമ്പോൾ എളുപ്പമുണ്ട്. പോയി ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ് സെറ്റ്. അപ്പം ഞാനിത് കുടിക്കട്ടെ. ബാക്കിയുള്ളത് ഫ്രിഡ്ജ് വെക്കണം. പപ്പ വരുമ്പോൾ കൊടുക്കണം. ഓക്കെ, കുടിച്ചിട്ട് വേണം. ഇനിയിപ്പം ഇപ്പോൾ സമയം 1 മണിയാവാൻ 10 മിനിറ്റും കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് പപ്പ ഒരു 2 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും വരും. അപ്പോഴത്തേക്കും പോയി ചോറിനും. പപ്പ വന്നിട്ട് ഞാൻ ചോറിനത്തുള്ളൂ. അപ്പം ചോറിന് കഴിയുമ്പോൾ കുറച്ച് നേരം കൂടെ ടി വി കാണും. ടി വി കണ്ടിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.